അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പുകളിൽ ഇത്തരം ശക്തികൾ ഇടപെടാൻ നോക്കുന്നു എന്നുള്ള കാര്യം ഒരു രഹസ്യമായ കാര്യമൊന്നുമല്ല. ചൈനയ്ക്ക് ചൈനയുടേതായ ഇൻട്രസ്റ്റുകളുണ്ട്. കാരണം ചൈന ലോകത്തിന്റെ ഒരു മാനുഫാക്ചറിംഗ് ഹബ്ബാണ്. ഇപ്പോൾ സെമി കണ്ടക്ടർ മേഖലയിൽ പോലും ചൈന, തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളാണ് ലോകത്തിന്റെ കംപ്ലീറ്റ്ലി സെമി കണ്ടക്ടർ സപ്ലൈസിലേക്ക് നിൽക്കുന്നത്. മൊത്തം അവരാണ് കൊടുക്കുന്നത്. അവരെ മാത്രം ട്രസ്റ്റ് ചെയ്താണ് ലോകം നിൽക്കുന്നത്. അപ്പോൾ ആ മേഖലയിലേക്ക് ഇന്ത്യ കാലെടുത്ത് വയ്ക്കുകയാണ്. 1969 മറ്റോ ആണ് സെമി കണ്ടക്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ പെന്റിയത്തിന്റെ സഹസ്ഥാപകനായിരുന്നിട്ടുള്ള ആള്, ഇന്റലിന്റെ സഹസ്ഥാപകനായിട്ടുള്ള ആള് ഇന്ത്യയിൽ വരികയും സ്ഥലം നോക്കുകയും ചെയ്യുന്ന സമയത്ത് അന്ന് ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വവും ബ്യൂറോക്രസിയും കൂടെ അദ്ദേഹത്തെ തിരിച്ചോടിക്കുകയായിരുന്നു. ആ ബസ് ഇന്ത്യക്ക് മിസ് ചെയ്താണ്. രണ്ടാമത്തെ ബസ്സാണ് ഇപ്പോൾ കോവിഡിന് ശേഷം, കോവിഡ് അനന്തരം നമ്മൾ പോകുന്നത്. അപ്പോൾ 2030 ലോകത്തിലെ ഏറ്റവും വലിയ സെമി കണ്ടക്ടർ മാനുഫാക്ചറേഴ്സ് ആയിട്ട് ഇന്ത്യ മാറുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അത്രയേറെ പൈസ പമ്പ് ചെയ്ത് ഇന്ത്യ മേഖലയിലേക്ക് ഇറങ്ങുന്നത്. ഇത് തീർച്ചയായിട്ടും ലോകത്തെ പല രാജ്യങ്ങളുടെയും താല്പര്യങ്ങളെ വെല്ലുവിളിക്കുന്നുണ്ടെന്നേ. ഇപ്പോൾ വൺ റോഡ് വൺ ബെൽറ്റ് പോലുള്ള പ്രോജക്ട്സ് ചൈന കൊണ്ടുവരുന്ന സമയത്ത് ഇന്ത്യ കൃത്യമായിട്ടും മറ്റ് പല രാജ്യങ്ങളുമായിട്ടും സംസാരിക്കുകയും ഇന്ത്യ അതിന് പകരം മറ്റൊരു പ്രോജക്റ്റ് കൊണ്ടുവരികയും അതിനെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. ഇപ്പം ഈ പറയുന്ന ഈസ്റ്റ് മേഖലയിലെ ഏറ്റവും വലിയ രണ്ട് ശക്തികളായിട്ട് നിൽക്കുന്നതാണ് ഇന്ത്യയും ചൈനയും. രണ്ടിൻ്റെതായ വെസ്റ്റേൺ ആയിട്ടുള്ള ഇൻട്രസ്റ്റുകളുണ്ട്. ചൈന തീർത്തും ഒരു ജനാധിപത്യ രാജ്യമല്ലാത്തത് കൊണ്ട് നമുക്കൊരു കാരണവശാലും അതിൻ്റെ അകത്ത് പോയി ഇടപെടാൻ പറ്റില്ല. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാക്കത്തൊള്ളായിരം രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഓരോ സംസ്ഥാനങ്ങൾ ഓരോന്നാണ് ഭരിക്കുന്നത്. ചങ്കിൽ ചൈനയെ കൊണ്ട് നടക്കുന്ന തലത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ നമ്മുടെ കേരളത്തിൽ പോലുമുണ്ട്. അപ്പോൾ അവരെ സ്വാധീനിക്കുകയും ചൈനയുടേതായ ഇൻട്രസ്റ്റുകൾ ഇവിടെ നടപ്പിലാക്കിക്കുവാനും ആ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഈസിയാണ്. അപ്പോൾ ബാഹ്യമായ ഇടപെടലുകൾ ഇവിടെ ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% കേരളത്തിലും ഇന്ത്യയിലെയും തെരഞ്ഞെടുപ്പുകളിൽ ഇത്തരത്തിൽ ബാഹ്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ മതം എന്ന് പറയുന്ന വിഷയം നോക്കൂ, സമാധാനപരമായി നമ്മുടെ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് യാതൊരു അനാവശ്യ വിവാദങ്ങളോ വിഷയങ്ങളോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. ആ സമയത്താണ് നമ്മുടെ മുഖ്യമന്ത്രി ഒരു പരാമർശവുമായിട്ട് വരുന്നത്. എന്താണ്? അസീമുള്ള ഖാനാണ് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചത്. അതുകൊണ്ട് അത് ഇനി സംഘപരിവാർ BJP ഏറ്റെടുത്ത് വിളിക്കുമോ? എത്ര വലിയ ബാലിശമായ കുത്തിത്തിരിപ്പ് ചോദ്യമാണെന്നേ. അസീമുള്ള ഖാനാണോ മറ്റേ അദ്ദേഹം ബന്ദോപാധ്യായ, കിരൺചന്ദ്ര ബന്ദോപാധ്യായ അദ്ദേഹമാണോ ഉണ്ടാക്കിയത്? അതിവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം എന്താണ്? അസീമുള്ള ഖാനാണ് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ഉണ്ടെങ്കിലും ഇരട്ടിയിലേറെ ആവേശത്തിൽ ഞങ്ങൾ ഭാരത് മാതാ കി ജയ് എന്ന് ഏറ്റുവിളിക്കും. ഞങ്ങൾക്ക് എന്താന്നേ മടി? ഭാരതത്തെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു മുസൽമാനാണ് ആ മുദ്രാവാക്യം ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനകത്ത് അഭിമാനമേ ഉള്ളൂന്നേ. പിണറായി വിജയൻ ഞങ്ങളെ കണ്ട കാഴ്ചപ്പാട്, ഞങ്ങളെ മനസ്സിലാക്കിയ കാഴ്ചപ്പാട് തെറ്റിപ്പോയി എന്ന് മാത്രമേ അദ്ദേഹത്തോട് അത്തരം വിഷയങ്ങളിൽ നമുക്ക് പറയാനുള്ളൂ. ഇത് A ക്ലാസ് കുത്തിത്തിരിപ്പാണ് മതം പറഞ്ഞുണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ തുടങ്ങിയ സമയം മുതൽ നമ്മുടെ മുഖ്യമന്ത്രി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ദൗർഭാഗ്യവശാല് നമുക്ക് സമ്മതിച്ചു കൊടുക്കേണ്ടി വരുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് ആരാണ് അനാവശ്യമായിട്ട് ഇത്തരം വിഷയങ്ങളിൽ മതം വലിച്ചിടുന്നത്? CPM ആണ് മതം വലിച്ചിടുന്നത്, അല്ലാണ്ട് മറ്റാരുമല്ല മതം വലിച്ചിടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്ക് മറ്റെന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ് വോട്ട് ചോദിക്കാനുള്ളത്? അവരിറങ്ങി വോട്ട് ചോദിക്കട്ടെ നാട്ടിൽ അവരുടെ നേട്ടങ്ങൾ പറഞ്ഞിട്ട് അവരാകെ ഇപ്പൊ വീടുകളിൽ ചെന്നിട്ട് പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പണം തരുന്നില്ല. കേന്ദ്ര സർക്കാർ പണം തരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവരത് പറയേണ്ടത് വീടുകളിലല്ല, നിങ്ങളത് പറയേണ്ടിയിരുന്നത് പാർലമെന്റിലാണ്. പാർലമെന്റിൽ നിങ്ങൾ കണക്ക് സഹിതം ഒരു MP, ഇടതുപക്ഷത്തിന് രാജ്യസഭ MP-മാരുണ്ട്, ലോക്സഭയിൽ 3 MP-മാരുണ്ട്, കേരളത്തിൽ നിന്നുള്ള ഒരു MP ഉണ്ട്. നിങ്ങളുടെ ഒരു MP എങ്കിലും അവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് ഇന്ന വിഭാഗത്തിൽ കാശ് കിട്ടാനുണ്ട് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് കാണിച്ചു തരാമോ? ഇല്ല, പറയില്ല. ഇവർ സുപ്രീം കോടതിയിൽ കേസിന് പോയി കപിൽ സിബലിനെ വെച്ചിട്ട് അവിടെ ചെന്ന് നിന്നിട്ട് വാദിച്ചതിൽ ഞങ്ങൾക്ക് കാശ് കിട്ടാനുണ്ടെന്നല്ല, ഞങ്ങളെ കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അവിടെ ചെന്ന് നിന്നിട്ട് കപിൽ സിബൽ വാദിക്കുന്നത് ഞങ്ങൾക്ക് ഇനിയും കടമെടുക്കാൻ അവകാശമുണ്ട്, ഞങ്ങൾക്ക് അതുണ്ട് ഇതുണ്ടെന്നാണ്. സുപ്രീം കോടതി അത് ഫയലിൽ സ്വീകരിക്കാൻ പോലും തയ്യാറാവുന്നില്ല. സുപ്രീം കോടതി കേന്ദ്രത്തിനോട് ആവശ്യപ്പെടുന്നത് നിങ്ങളൊന്ന് ഇരുന്ന് സംസാരിക്കൂ, ഇവരെ ബെയിൽ ഔട്ട് ചെയ്യൂ, ഇവർക്ക് കുറച്ച് കടമെടുക്കാൻ ഇപ്പൊ അനുവദിച്ചു കൊടുക്കൂ, എന്നിട്ട് അടുത്ത വർഷം നിങ്ങൾ അത് അഡ്ജസ്റ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. അല്ലാണ്ട് അവർക്ക് അവകാശമുണ്ട് എന്നല്ല പറയുന്നത്. നിങ്ങൾ ഇത്തവണ എന്തെങ്കിലും ഒന്ന് ബെയിൽ ഔട്ട് പാക്കേജ് കൊടുത്തിട്ട് അടുത്ത വർഷം നിങ്ങൾ അവർക്ക് കൊടുക്കാനുള്ളത് ഇന്ന് കുറച്ചെടുക്കൂ എന്നൊക്കെ ഉള്ള തലത്തിലാണ് സുപ്രീം കോടതി പോലും പറയുന്നത്. അപ്പൊ ഇവർ പറയേണ്ടുന്ന ഒരു സ്ഥലത്തും ഇവർക്ക് പോയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. പകരം ഇവര് ആകെ ചെയ്യാൻ പറ്റുന്നത് ഇവർ വീടുകളിൽ പോയിട്ട് ലഘുലേഖ ഉണ്ടാക്കിയിട്ട് റോഡിൽ കയറി നിന്നിട്ട് ചാനലുകളിൽ വന്നിരുന്നിട്ട് ഞങ്ങൾക്ക് 57,400 കോടി രൂപ കിട്ടാനുണ്ട്, 65,000 കോടി കിട്ടാനുണ്ട് എന്നൊക്കെ ഇവരിങ്ങനെ വൃഥാ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താണ് ഇവർക്ക് ചെയ്യാൻ കഴിയുക? ഇത് മാത്രമാണ് അവരുടെ മുമ്പിലുള്ള ഓപ്ഷൻ. മതം പറയുക, CAA വലിച്ചിടുക, അസീമുള്ള ഖാന്റെ പേര് വലിച്ചിടുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറയുക. ഇത്തരത്തിലുള്ള ബാലിശമായിട്ടുള്ള വാദങ്ങൾ ഉന്നയിച്ച് തെരഞ്ഞെടുപ്പ് കാലഘട്ടം കഴിച്ചുകൂട്ടി വിടുവാനാണ് CPM ശ്രമിക്കുന്നത്. CPM ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി തന്നെ അരിവാൾ ചുറ്റിയ നക്ഷത്രം ചിഹ്നം നഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയം ആർക്കും ഉണ്ടാവേണ്ടതില്ല. CA വിഷയം തന്നെയാണ് ഇപ്പോൾ സജീവമായി നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ CA എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ആളുകൾക്ക് ഇതറിയാം. എന്നാൽ സാധാരണക്കാർക്കിടയിലേക്ക് തെറ്റിദ്ധാരണ പരത്തുന്ന ചില സന്ദേശങ്ങളൊക്കെ പടച്ചുവിടുകയാണ്. ഒരു നേരത്തെ ചർച്ച തുടക്കത്തിൽ സൂചിപ്പിച്ചു നമ്മൾ മറ്റു പല വിഷയങ്ങളിലേക്ക് പോയതുകൊണ്ടാണ് അവിടേക്ക് വരാൻ താമസിച്ചത്. ചില വിഷയങ്ങളൊക്കെ പടച്ചുവിടുകയാണ്. ഇത് മുഖ്യമന്ത്രി തന്നെ നടത്തിയ പരാമർശങ്ങളാണ്. ഒരു വലിയൊരു മതവിഭാഗത്തെ ഈ രാജ്യത്ത് നിന്നൊക്കെ പുറത്താക്കുകയാണ്, അതാണ് അജണ്ട. അതുകൊണ്ടാണ് മനഃപൂർവ്വം ഇതിനകത്ത് ചില വരികൾ എഴുതി ചേർത്തത്. അത് മനഃപൂർവ്വമായി ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ അതിന് പിന്നിലുണ്ട്. അങ്ങനെ എത്ര പ്രചരണങ്ങൾ അങ്ങനെ പടച്ചുവിടുകയാണ് മുഖ്യമന്ത്രി നിരന്തരം. ഒരു തവണയല്ല, 2 തവണയല്ല, നിരന്തരം ഇത് തന്നെയാണ് അവരുടെ ക്യാപ്സുകളായി പുറത്തു വരുന്നത്. അല്ല, ഇതിനകത്ത് 2012 CPM-ന്റെ അന്നത്തെ നാഷണൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ട്, അദ്ദേഹം അന്നത്തെ പ്രൈം മിനിസ്റ്റർക്ക് എഴുതിയ ഒരു കത്താണ്. അതായത് അദ്ദേഹം പറയുന്നത് ഒരു ഡീക്കേഡായി നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുകയാണ്.
ആ ഒരു ഡീക്കേഡ് മുമ്പ് നടന്ന 2002 നടന്ന എന്താണ്? അന്ന് ഇന്ത്യ ഭരിക്കുന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. അന്ന് നമ്മുടെ അന്നത്തെ രാജ്യസഭയിലെ അവരുടെ നേതാവായിരുന്ന മൻമോഹൻ സിംഗ് അദ്ദേഹം രാജ്യസഭയിൽ എഴുന്നേറ്റ് എന്ന് പറയുകയാണ്, വി ഓവ് ആൻ ഒബ്ലിഗേഷൻ ടു ദം. ടു ദം എന്ന് പറഞ്ഞാൽ ടു ഹൂം എന്നുള്ളതാണ്. ടു ഹൂം എന്ന് ചോദിച്ചാൽ മൈനോറിറ്റീസ് ഓഫ് ബംഗ്ലാദേശ് ആൻഡ് പാകിസ്ഥാൻ എന്നുള്ളതാണ്. അവരവിടെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള റീസൺസ് കാരണം ഒപ്രഷൻ നേരിടുന്നുണ്ട്, അവരവിടെ പീഡനം നേരിടുന്നുണ്ട്. വി ഓവ് ആൻ ഒബ്ലിഗേഷൻ ടു ദം. അതുകൊണ്ട് തന്നെ അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതിൽ കുറച്ച് ലിബറൽ നയം നമ്മൾ സ്വീകരിക്കണമെന്ന് മൻമോഹൻ സിംഗ് ആവശ്യപ്പെട്ടതാണ്. ഈ ആവശ്യപ്പെട്ട കാര്യം ഒരു ഡീക്കേഡ് കഴിഞ്ഞിട്ടും ഇവിടെ നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ഈ പറയുന്ന അന്ന് പിന്നീട് പ്രധാനമന്ത്രിയായി കഴിഞ്ഞ മൻമോഹൻ സിംഗിന് കത്തയക്കുന്നത് CPM ആണ്. എന്തുകൊണ്ട് നമ്മളൊരു ലിബറൽ നയം അവിടെ നിന്ന് വരുന്ന മൈനോറിറ്റിയോട് കാണിക്കുന്നില്ല? ഈ മൈനോറിറ്റി എന്ന് പറയുന്ന ആരാണ്? നമുക്കറിയാലോ. എന്തായാലും മൈനോറിറ്റി എന്ന് ഉദ്ദേശിക്കുമ്പോൾ അതിനകത്ത് മുസ്ലിം വിഭാഗം പെടുന്നില്ല. ബിക്കോസ് അത് രണ്ടും ഒരു മത രാജ്യങ്ങളാണ്. ബംഗ്ലാദേശ് ആയിരുന്നാലും ശരി തന്നെയാണ്, പാകിസ്ഥാൻ ആയിരുന്നാലും ശരിയാണ്, മത രാജ്യങ്ങളാണ്. അപ്പോൾ അവിടുന്ന് വരുന്ന മൈനോറിറ്റീസിനോട് ഒരു ലിബറൽ നയം കാണിക്കണം. ഈ ലിബറൽ നയം കാണിക്കേണ്ടി വരുന്നതാണ്. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു, ആര്യ സമാജത്തിൽ നിന്ന് കത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് പൗരത്വം കിട്ടുന്ന സാഹചര്യം എന്നാണ്. സാറേ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ കേരളത്തിൽ ഉൾപ്പെടെ 1-2 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ ഒരാൾ മതം മാറി ഹിന്ദു ആവണമെന്നുണ്ടെങ്കിൽ ആരാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തോണ്ടിരുന്നത്? എന്റെ അറിവിൽ ആര്യ സമാജമാണ് സർട്ടിഫിക്കറ്റ് കൊടുത്തോണ്ടിരുന്നത്. 1. 2, നമ്മുടെ തിരുവനന്തപുരത്തുള്ള ചേങ്കോട്ടോൺ ആശ്രമം ഉണ്ടായിരുന്നു. ആ ആശ്രമത്തിന് ഈ പറയുന്ന പോലെ മതം മാറി ഹിന്ദു ആയി ഇയാൾ എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. അപ്പൊ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഒരാൾ ക്രിസ്ത്യാനിയാണെന്ന് സ്ഥാപിക്കുന്നത് എങ്ങനെയാണ്? അയാൾ മാമോദീസ മുങ്ങുന്നു, അയാളുടെ പള്ളിയിൽ തന്നെയല്ലേ. ഒരാൾ ഇസ്ലാം ആണെന്ന് സ്ഥാപിക്കുന്നത് എങ്ങനെയാണ്? അയാളുടെ പള്ളിയിൽ നിന്ന് തന്നെയല്ലേ അയാൾ ഇസ്ലാം ആണെന്ന് സ്ഥാപിച്ചെടുത്തോണ്ട് വരുന്നത്. അല്ലാണ്ട് അപ്പൊ ഈ പറയുന്ന റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയല്ലേ ഇന്നയാളുടെ മതം ഇന്നതാണ് എന്നുള്ളതിനെ സർട്ടിഫൈ ചെയ്യേണ്ടത്. അപ്പൊ ഈ പറയുന്ന അവർ അവിടെ നിന്ന് കയറി വന്നിരിക്കുന്ന പലവിധ കാരണങ്ങൾ കൊണ്ട് ഈ പറയുന്ന റിലീജിയസ് ആയിട്ടുള്ള ഓപ്പറേഷൻ കാരണം അവിടെ നിന്ന് ഓടി വരേണ്ടി വരുന്നവർക്ക് അവരുടെ കയ്യിൽ ഈ പറയുന്ന വലിയ ഡോക്യുമെന്റോ ഡേറ്റയോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് CAA വരുന്ന സമയത്ത് അവർക്ക് ആ പറയുന്ന വിഷയങ്ങളിൽ റിലാക്സേഷൻ കൊടുക്കേണ്ടി വന്നിരിക്കുന്നത്. ആ റിലാക്സേഷന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഈ പറയുന്ന റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് മേടിച്ചാൽ നിങ്ങളുടെ മതം ഇന്നതാണ് എന്ന് സർട്ടിഫൈ ചെയ്ത് കിട്ടും എന്ന് പറഞ്ഞിരിക്കുന്നത്. അത്രേ ഉള്ളൂ. അതിനെ ഇത്രയും വളച്ചൊടിച്ച് ഈ രീതിയിൽ അവതരിപ്പിക്കേണ്ടതുണ്ടോ? താങ്കൾ ലോകത്ത് എവിടെയൊക്കെയോ പോയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് താങ്കൾ പറഞ്ഞു. ഞാൻ താങ്കളെ ഒരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. രാജസ്ഥാനില് ഈ പറയുന്ന പാകിസ്ഥാനിൽ നിന്ന് വന്ന മൈനോറിറ്റീസ് ആയിട്ടുള്ള ഹിന്ദുസിന്റെ ക്യാമ്പുണ്ട്. ഒരു തവണ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാമോ? അവിടെ ആ ക്യാമ്പിൽ കഴിയുന്ന പെൺകുട്ടികളോട് നിങ്ങൾക്ക് ഒരു തവണ പോയി ഒന്ന് സംസാരിക്കാമോ? നിങ്ങൾ ഈ മാനുഷികതയും മാനവികതയൊക്കെ പറയുന്ന ആൾക്കാർ തന്നെയാണല്ലോ. അവർ ആ നാട്ടിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാമോ? അവർ ഓടി വന്നിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാമോ? മാനവികതയുടെ ഭാഷ പറയുമ്പോൾ എല്ലാവരോടും പറയണമെന്നേ. ഇത് 2014 വരെ CPM-ന് ആ ഭാഷ പറയാൻ അറിയാമായിരുന്നു അവരോട്. ഇപ്പൊ നിങ്ങളത് മാറ്റി പറയുന്നതിന് ഒറ്റ കാരണമേ ഉള്ളൂ. നിങ്ങൾക്ക് മറ്റെല്ലാ സ്ഥലങ്ങളിലും കേരളത്തിലെ മുസ്ലിം പോപ്പുലേഷൻ കൂടി വരുന്നുണ്ട്. അപ്പൊ അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളെ ഇവിടുന്ന് പുറത്താക്കാനാണെന്നൊരു കഥയുണ്ടാക്കി അവരോട് അവതരിപ്പിച്ച് ശേഷം അവരുടെ മുമ്പിൽ രക്ഷകരായി പോയി നിന്ന് നിങ്ങൾക്ക് വോട്ട് തട്ടുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇവിടെ മതം ഭംഗിയായി പറയുന്നതും ഉപയോഗിക്കുന്നതും മറ്റാരെക്കാളിലും ഭംഗിയായിട്ട് ഇടതുപക്ഷവും CPM-ഉമാണ്. ഇവിടെ വേട്ടയാടൽ നടക്കുന്നത് കൃത്യമായിട്ട് ഇപ്പം പിണറായി വിജയന്റെ മകളുടെ പേരിലാണ് വേട്ടയാടൽ നടക്കുന്നത്. പിണറായി വിജയന്റെ മകളായി പോയതുകൊണ്ട് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇത്ര വലിയൊരു വാർത്താ പ്രാധാന്യമൊന്നും അതിന് ഉണ്ടാവുമായിരുന്നില്ല. അത് കൃത്യമായിട്ട് വളരെ ആദ്യം തൊട്ടേ ഡേ 1 തൊട്ടേ അവർ പറയുന്നത് ഒരു ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ആണ്. ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്താണെന്നുള്ളത് കമ്പനി നിയമം പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം. അതെടുത്ത് വായിച്ച് നോക്കിയാൽ എന്താണെന്ന് മനസ്സിലാക്കും. ഇപ്പൊ എന്റെ വീട്ടിലൊരു കമ്പ്യൂട്ടർ ഉണ്ടെങ്കിലും ഞാൻ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ആ കമ്പനിയായിട്ട് ഒപ്പുവെച്ച് കഴിഞ്ഞാൽ അവിടെ ഞാൻ ചെയ്യുന്ന സേവനങ്ങൾ ഞാൻ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. സാറിന് അറിഞ്ഞുകൂടാത്തല്ല, സാർ ന്യായീകരിക്കുന്നതാണെന്ന് മനസ്സിലാവുന്നുണ്ട്. ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 10 ലക്ഷം രൂപയുടെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ 10 ലക്ഷം രൂപയ്ക്ക് അകത്ത് മാത്രമേ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് നിൽക്കുള്ളൂ. 10 ലക്ഷം രൂപയുടെ സാധനത്തിന് നമ്മൾ ആരും 1 കോടി രൂപയ്ക്ക് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് കൊടുക്കാറില്ല. ഇവർ ഈ പറഞ്ഞിരിക്കുന്ന 4 സോഫ്റ്റ്വെയറുകൾ, ടാലി, MS ഓഫീസ്, പിന്നെ വേറെ ഏതോ 2 എണ്ണം, ഇതിന്റെ എല്ലാത്തിന്റെയും കൂടി ആക്ച്വൽ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാനും ലക്ഷങ്ങൾ, മാക്സിമം പോയി കഴിഞ്ഞാൽ ഇതിന് 1.7 കോടി രൂപയുടെ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാർ ദേവീത് മനസ്സിലാക്കണം, ഇത് പൊതുജനങ്ങളെ പരിഹസിക്കുന്ന ഒരു കോൺട്രാക്ട് ആണ് എന്ന് താങ്കൾ മനസ്സിലാക്കിക്കോളൂ. പക്ഷേ ഞാൻ പല ലോജിസ്റ്റിക് കമ്പനികളിലും എന്റെ പല സുഹൃത്തുക്കളും വർക്ക് ചെയ്തപ്പോൾ ഞാൻ ഈ ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പല ആളുകളോട് അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് ആണ്. അവിടെ എത്ര സിസ്റ്റം ഉണ്ട്, എന്താണ് അവരുടെ പ്രൈവസി. പറഞ്ഞു കഴിഞ്ഞാൽ 40,000 കോടി രൂപയുടെ ഇതിനെ കുറിച്ചാണ് പറയുന്നത്. 4 സോഫ്റ്റ്വെയറുകളാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവരുടെ കോൺട്രാക്ടിനകത്തുള്ള. ആ 4 സോഫ്റ്റ്വെയറുകളുടെ ആക്ച്വൽ പ്രൈസ് എന്ന് പറയുന്നത് 10-15 ലക്ഷം രൂപ മാത്രമേ മാക്സിമം ആവത്തുള്ളൂ. ഫോട്ടോഷോപ്പ്, ടാലി, എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? 4 സോഫ്റ്റ്വെയറിന് അത്രയൊന്നും ആവത്തില്ല. ഈ പറഞ്ഞ 4 ഞാനത് ലിബർട്ടി ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിനകത്ത് മാക്സിമം ഞാൻ ജനറൽ ആയിട്ട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. 1 ലക്ഷത്തിന്റെ സോഫ്റ്റ്വെയറിന് 10-12 ഒക്കെ ഇട്ട് കൊടുക്കുന്ന എന്നാൽ അത്തരം ചോദ്യങ്ങൾക്ക് നിയമസഭയിൽ പോലും അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയാത്ത മുഖ്യമന്ത്രിയാണ്. പക്ഷെങ്കിൽ ഈ വിഷയത്തിൽ ഒരു മറുപടിയും പറയാതെ എന്നാൽ അടിസ്ഥാനരഹിതമായി ഇത്തരം CAA പോലെയുള്ള വിഷയങ്ങളിൽ വാദോരാതെ സംസാരിക്കുന്നത്. അതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. ശ്രീ ഗോകുൽ.
അത് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് അത് തന്നെയാണ്. അദ്ദേഹം മറുപടി പറയേണ്ടുന്ന വിഷയം അതല്ല. അപ്പോൾ ഇ ഡിയുടെ വിഷയങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് വിഷയമുണ്ട്. ഒന്ന് അദ്ദേഹത്തിന് ഇത് മറയ്ക്കുക, രണ്ട് അദ്ദേഹത്തിന് വോട്ട് വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മതം എടുത്തതിനകത്ത് ഇപ്പോൾ നിലവിൽ വലിച്ചിടുന്ന സാഹചര്യം മാത്രമേ ഉള്ളൂ. CPM പോലൊരു പ്രസ്ഥാനത്തിന് ഉണ്ടായിരിക്കുന്ന ഒരു അപജയം തന്നെയാണ് അത്. കാരണം മതം പറഞ്ഞ് മാത്രമേ അവർക്ക് വോട്ട് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആ പ്രസ്ഥാനത്തിന്റെ അപജയം തന്നെയാണ്. അത് അവരുടെ ചിഹ്നം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് കേരളത്തിൽ നിന്ന് മിനിമം ഒരു 9 എംപിമാരെങ്കിലും കിട്ടിയാൽ മാത്രമേ നടക്കുള്ളൂ. തമിഴ്നാട്ടിൽ നിന്ന് 2 എംപിമാരെയും കൂടെ കിട്ടിയാൽ 11. എന്നാലും പറ്റില്ല. മൂന്നാമത് സംസ്ഥാനത്ത് നിന്ന് ഒരു എംപിയും കൂടെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ബംഗാളിലും ത്രിപുരയിലും നടക്കില്ല. അത് ഏതാണ്ട് ഉറപ്പാണ് അവിടെ നടക്കില്ല എന്നുള്ളത്. പിന്നെ എവിടെ നിന്നുള്ളതാണ് ചോദ്യം.